ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്ലീഹാകാലത്തിൻ്റെ 6-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ വായന ലേവ്യരുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, പാപപരിഹാര ബലിക്കുള്ള കാള, 2 മുട്ടാടുകൾ, 1 കുട്ട പുളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി. അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത്. അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി. അഹ്റോനെ കുപ്പായമണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു. അതിനു മീതെ എഫോദ് അണിയിച്ചു. എഫോദിൻ്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവൻ്റെ അരയിൽ ചുറ്റി. പിന്നീട് ഒരു വസ്ത്രാണം ധരിപ്പിച്ചു. അതിൽ ഉറീമും തുമ്മീമും നിക്ഷേപിച്ചു. തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ വിശുദ്ധ കിരീടമായ പൊൻതകിട് ചാർത്തി. അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുമേലുള്ളതൊക്കെയും അഭിഷേകം ചെയ്തു വിശുദ്ധീകരിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തിൽ 7 പ്രാവശ്യം തളിച്ചു. ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹ്റോനെ വിശുദ്ധീകരിച്ചു. കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ മോശ അഹ്റോൻ്റെ പുത്രന്മാരെയും മുന്നോട്ട് കൊണ്ടുവന്ന് കുപ്പായമണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു. ഇതെന്തായി പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. അതായത് ദൈവം ഈ മനുഷ്യരക്ഷയ്ക്കായിട്ട് തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്ത് ആ ജനത്തെ ഒരു പുരോഹിത ജനമാക്കുകയാണ്. എന്താണ് പുരോഹിത ജനത്തിൻ്റെ അർത്ഥമെന്നൊക്കെ ഞാൻ ഈ വേദിയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടിയിട്ട്, ദൈവത്തിനും മറ്റുള്ളവർക്കും, ദൈവം തിരഞ്ഞെടുക്കാത്ത മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് അവരുടെ മധ്യേ നിന്നുകൊണ്ട് ഈ ദൈവം തിരഞ്ഞെടുത്ത ജനത്തെയും അതുപോലെ തന്നെ മറ്റുള്ള ജനത്തെയും ദൈവത്തെങ്കിലേക്ക് നയിക്കുക, അതിനുള്ളൊരു പാലമായിട്ട് വർത്തിക്കുക. അപ്പോൾ ഈ പുരോഹിത ജനമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ ദൗത്യ നിർവഹണം നടത്തുന്ന ജനമെന്നർത്ഥം. പുരോഹിതൻ ചെയ്യുന്ന പ്രവൃത്തി അതുതന്നെയാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ നയിക്കണമെങ്കിൽ എന്തു വേണം? ആദ്യം അവർ തന്നെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം അറിയണം. അങ്ങനെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അറിയണമെങ്കിൽ മോശ എന്ന് പറയുന്ന ആ ഒരാൾക്ക് ഇതെല്ലാം സാധ്യമാവുകയില്ല. കാരണം എന്താണ്? മോശയ്ക്ക് മറ്റൊരുപാട് ജോലിയുണ്ട്. മോശ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവരെ നയിക്കുന്നത്. ദൈവവുമായിട്ട് സംവദിക്കുന്നത് എപ്പോഴും മോശയാണ്. അങ്ങനെ മോശയോട് ദൈവം പറഞ്ഞത് എന്താണ്? ഇവർക്കിതെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് നിന്നെക്കൊണ്ടാവില്ല. കാരണം നിനക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിൻ്റെ ജ്യേഷ്ഠനായ അഹ്റോനെയും, കാരണം അഹ്റോൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ആദ്യം മുതൽ ദൈവം പറഞ്ഞതനുസരിച്ച് അഹ്റോൻ മോശയുടെ പ്രവാചകനും അതുപോലെ തന്നെ വക്താവുമൊക്കെയായിരുന്നു. അതുകൊണ്ട് ഈ മോശയോട് ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അഹ്റോനും അറിയാം. അഹ്റോനെ പ്രത്യേകമായിട്ടൊരു നിയോഗത്തിനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ഈ അഹ്റോൻ്റെ ജോലി എന്താണ്? അഹ്റോൻ്റെ ജോലി എന്താണ് എന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം. അത് ഈ ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കുക, നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം പഠിപ്പിക്കുക, അവരെ ദൈവത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കുക, അവർക്ക് വേണ്ടിയിട്ട് പാപപരിഹാര ബലി അർപ്പിക്കുക. അങ്ങനെ ഈ ദൈവത്തിനും ഇസ്രായേൽ ജനത്തിനും മധ്യേ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അഹ്റോനെ തിരഞ്ഞെടുത്തത്. അവനെ പുരോഹിതനാക്കി. മോശയെപ്പോലെ തന്നെ വിശുദ്ധനും ലേവി ഗോത്രജനുമായ അഹ്റോനെ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തി അവന് ജനത്തിൻ്റെ പൗരോഹിത്യം കൊടുത്തു എന്നാണ് പ്രഭാഷകൻ 45:6 പറയുന്നത്. അതായത് ഈ ജനത്തിൻ്റെ പൗരോഹിത്യ ദൗത്യം അതുതന്നെയാണ് അഹ്റോനും കൊടുത്തത്. പക്ഷെ അഹ്റോനും കൊടുത്തതിൽ ഒരു വ്യത്യാസമുണ്ട്. അഹ്റോൻ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ജനത്തിന് വേണ്ടിയിട്ടാണ്, ഈ ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്ന ആ ജനം മുഴുവൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ വിശുദ്ധീകരിക്കണം. അതായത് അവരുടെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവരെ, അങ്ങനെ എല്ലാ ജനതയെയും ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ടോ
ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ മരണശേഷം കൊണ്ടുപോകാമെന്നല്ല അർത്ഥം. ഈ ലോകത്തിൽ അവരെ ദൈവവുമായിട്ട് ഒരുമിച്ച് നിർത്തണം. എന്തിന്? നഷ്ടപ്പെട്ടു പോയ പർദീസയുടെ അനുഭവം, അവിടെ ആ ദൈവവുമായിട്ടുള്ള സാന്നിധ്യം, അവിടെ എല്ലാ സൗഭാഗ്യങ്ങളുണ്ടായിരുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ ഈ ഭൂമിയെ വീണ്ടും ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ മോശ എന്ന് പറയുന്ന ആ നേതാവ് ദൈവം കൽപ്പിച്ചതനുസരിച്ച് അഹ്റോനെ ഈ പൗരോഹിത്യ വൃത്തിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരികയാണ്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവന് കൊടുക്കേണ്ട വസ്ത്രങ്ങളെക്കുറിച്ചെല്ലാം പറയും. ആ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ഈ അഹ്റോന് കൊടുക്കുന്ന വസ്ത്രത്തിൽ ആ കൂടെ ഒരു ഉരസ്ത്രാണം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മുടെ നെഞ്ചത്ത് ധരിക്കുന്ന ഒരു ചെറിയൊരു വസ്ത്രമാണത്. അതിന്മേൽ പലതരത്തിലുള്ള മരതക കല്ലുകളിന്മേൽ, അമൂല്യ രത്നങ്ങളിന്മേൽ 12 ഗോത്രങ്ങളുടെ പേര് എഴുതി വെക്കണം. 2 നിരയായിട്ട് എഴുതി വെച്ച് അതൊരു സ്വർണ്ണത്തകിടിൽ ഒട്ടിച്ച് അതാണ് ഈ ഉരസ്ത്രാണത്തിന്മേൽ തയ്ച്ചു പിടിപ്പിക്കേണ്ടത്. മറ്റൊന്ന്, എഫോദെന്ന് പറയുന്ന ഒരു വസ്ത്രമുണ്ടത്, വലിയൊരു നീളമുള്ള നീലയങ്കി. അതിന് തോളത്ത് നമ്മുടെ കൈയില്ലാത്ത ബനിയൻ്റെ മാതിരിയുള്ള 2 തോൾവാറുകളുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ പണ്ടൊക്കെ ഇട്ടിട്ട് നിക്കർ പോലെ ഉള്ളത്. അതിന്മേൽ ഇതുപോലെ തന്നെ ഈ ഗോത്രങ്ങളുടെ 6 വീതം പേരുകൾ 2 വശത്തും എഴുതി അതും സ്വർണ്ണത്തകിടിന്മേൽ ഒട്ടിച്ച് ഈ തോൾവാറിന്മേൽ പിടിപ്പിക്കണം. മൂന്നാമത്തേത്, അഹ്റോൻ്റെ നെറ്റിയിൽ അഹ്റോന് കൊടുക്കുന്ന തലപ്പാവിൽ ഒരു സ്വർണ്ണത്തകിടിന്മേൽ അവൻ സമർപ്പിതൻ എന്നെഴുതി വെക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ വിശുദ്ധി എന്നെഴുതി വെക്കണം. 2 സ്ഥലത്ത് 2ആയിട്ടാണ് പറയുന്നത്. എന്തിനാണ് ഇത്? ഈ 3 കാര്യങ്ങൾ എന്താണ്? ഈ അഹ്റോനെ സംബന്ധിച്ച് അവൻ എന്തിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ്. അത് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, ഈ ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പഠിപ്പിക്കുന്നവൻ, അവരെ പഠിപ്പിക്കാൻ പോകുന്നവൻ അറിവുള്ളവനാകണം. അതുപോലെ തന്നെ വിശുദ്ധീകരിക്കാൻ പോകുന്നതുകൊണ്ട് അവൻ വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ടാണ് ഈ സമർപ്പിതൻ എന്ന് പറഞ്ഞ അർത്ഥം മറ്റ് പണികൾക്കൊന്നും പോകാത്തവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പണം സമ്പാദിക്കാനും കൃഷി ചെയ്യാനൊന്നും പോകാതെ ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക. അതാണ് ഇതിനർത്ഥം. അങ്ങനെ ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ. അങ്ങനെ ഇവരെ എല്ലാം കൊണ്ടുവന്നു. എന്നിട്ട് കൂടാരവാതിൽക്ക് കൊണ്ടുവന്ന് ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഇവരെ ശുദ്ധീകരിക്കുകയാണ്. അവരെ വെള്ളം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കുന്നു. അതിനുശേഷം പിന്നീട് എന്താണ്, ഈ വസ്ത്രമെല്ലാം ധരിപ്പിച്ച് പിന്നെ അഭിഷേക തൈലം എടുത്തിട്ട് ബലിപീഠത്തിന്മേൽ 7 പ്രാവശ്യം, 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണത, അങ്ങനെ ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും എല്ലാം അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹ്റോനെയും മക്കളെയും വിശുദ്ധീകരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ദൈവ സേവനത്തിനായിട്ട് പോകുന്നവർ ഇപ്രകാരം വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ, വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഇന്ന് പറയുന്ന ഒരു ധാർമ്മികമായിട്ടുള്ള തിന്മയില്ലാത്ത അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്. പ്രത്യുത ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നൊരവസ്ഥ. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ കൃത്യമായിട്ടും അത് പാലിക്കാൻ വേണ്ടി നടത്തുന്ന പ്രക്രിയയാണ് വിശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത്. ഇതാരെ ചെയ്യുന്നത് അഹ്റോൻ്റെ അനുജനായ മോശയാണ് ദൈവം ഈ കാര്യത്തിനായിട്ട് ഏൽപ്പിച്ചത്. ഇവിടെ പലപ്പോഴും നമ്മൾ ഇന്നത്തെ സഭാസമൂഹത്തിൽ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും ആളുകൾ പറയും അത് പിതാവ് തലപ്പത്ത് നിൽക്കണം, അല്ലെങ്കിൽ പള്ളിയിലെ വികാരിച്ചൻ മുമ്പ് നിൽക്കണം, അല്ലെങ്കിൽ ഒന്നും നടക്കുകയില്ലെന്നാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ഈ സമൂഹത്തെ നയിക്കേണ്ടത് എപ്പോഴും ഈ മോശയെ പോലെയുള്ളവരാണ്, അഹ്റോനെ പോലെയുള്ളവരല്ല. കാരണം എന്താണ്? അഹ്റോനും മക്കൾക്കും ദൈവാലയത്തിനുള്ളിൽ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ സ്വയം പഠിക്കണം. അതുപോലെ തന്നെ അവർ സ്വയം വിശുദ്ധീകരിക്കപ്പെടണം. അതുപോലെ ജനത്തിന് വേണ്ടിയിട്ട് പാപമോചനത്തിനായിട്ട് ബലിയർപ്പിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അതെല്ലാം അവരുടെ പണി. അതുകൊണ്ടാണ് ഈ നമ്മൾ നടപടി പുസ്തകത്തിൽ വായിക്കുന്നത്, അപ്പസ്തോലന്മാരോട് ഒന്ന് പരാതി പറഞ്ഞ ഗ്രീക്കുകാരായ വിധവകൾ, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ഈ ഹെബ്രായർക്ക് കൂടുതൽ കിട്ടുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നാൽ ഞങ്ങൾ വന്ന് അതെല്ലാം വിളമ്പിത്തരാമെന്നല്ല പറഞ്ഞത്. പ്രാർത്ഥനയിലും ദൈവവചന അല്ലെങ്കിൽ ദൈവവചന ചിന്തയിലുമൊക്കെ വ്യാപൃതരായി ഞങ്ങൾ വ്യാപരിച്ചു കൊള്ളാം. അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് മേശയിൽ വിളമ്പാൻ വരുന്നത് ശരിയല്ല. കാരണം ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കേണ്ടവരും വിശുദ്ധീകരിക്കേണ്ടവരുമാണ്. ഞങ്ങൾ ആദ്യം അങ്ങനെയായിത്തീരണം
ഇത് നമ്മുടെ സഭാ സമൂഹത്തിൽ ഇന്ന് ഏറെ മറന്നുപോയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന മോശയുടെ ജോലി പുരോഹിതർ ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്തു പറ്റും? അപ്പോൾ പുരോഹിതരുടെ ജോലി ചെയ്യാനായിട്ട് ആരുമില്ലെന്ന് വരും. മാത്രമല്ല, ഈ പുരോഹിതരുടെ അവരുടെ അവർക്ക് കിട്ടുന്ന പരിശീലനം അത് ഈ മോശയ്ക്ക് ഉള്ള ആ ജോലിക്ക് യോജിച്ചതായിരിക്കുകയില്ല. അതുകൊണ്ടാണ് പലയിടത്തും പരാജയങ്ങളുണ്ടാകുന്നത്. ഇന്ന് നമുക്ക് പുരോഹിതർ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നടത്താൻ പോയാൽ പരാജയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വഴിതെറ്റിപ്പോകും. ഒന്നവർക്ക് പരിശീലനമില്ല കാര്യത്തിൽ, രണ്ട് അതുപോലെ തന്നെ അവർക്കെപ്പോഴും ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പോകാനുള്ള പ്രവണതയുണ്ടാകും. അതൊക്കെ ഇന്ന് നമ്മൾ ധാരാളം കാണുന്നതാണ്. ഇത് വചനം പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ അഹ്റോനെ പോലെ അവൻ്റെ മക്കളെ പോലെയും ആയിത്തീരണം പുരോഹിതർ. അതുപോലെ തന്നെ ഈ പുരോഹിത ജനം ഈ മോശയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയതുപോലെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ആത്മായ നേതാക്കൾ ഉയർന്നു വരണം. അവരാണ് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അതല്ലാതെ അച്ഛനും മിത്രാനും എന്ന് പറഞ്ഞു അത് കാര്യം നടക്കില്ല. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്. ഇതൊക്കെ നമുക്ക് ഈ വചനം ഇന്ന് പറഞ്ഞു തരുന്ന കാര്യമാണ്. നമ്മൾ ഈ ശ്ലീഹക്കാലത്ത് ഓരോ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയക്കപ്പെടുന്ന അതേക്കുറിച്ചാണ് ഈ ചിന്ത മുഴുവൻ. അപ്പോൾ ദൈവം പറയുന്ന ഈ കാര്യങ്ങൾ നമ്മളെല്ലാവരും അനുസരിക്കണം. ഒരു കൂട്ടർ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ മറ്റേ കൂട്ടർ എന്താണ്, അവർ ഈ സമൂഹത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നവർ, അവരെ പഠിപ്പിക്കുന്നവരുമാകണം എന്നാണ് ഈ പറഞ്ഞത്. രണ്ടാമത്തെ വായന കൊറിന്ത്യർ ലേഖനം, 1 കൊരിന്ത്യർ ലേഖനം 1 അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും, നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. ഈശോ മിശിഹായിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നമ്മൾ പലപ്പോഴും പറയും, കർത്താവ് നമ്മുടെ ഈ വിയാനിപ്പുണ്യാൻ്റെ ഉദാഹരണം പറഞ്ഞിട്ട് പറയും, വിയാനിപ്പുണ്യാൻ പഠിക്കാൻ കഴിവില്ലാത്തവനായിരുന്നു, അതുകൊണ്ട് ആർക്കും അച്ഛനാകാം, അല്ലെങ്കിൽ അച്ഛനാവാനായിട്ട് ഒരുപാട് പഠിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നമ്മളെപ്പോഴും പറയുന്ന ആ ഒരു ശൈലി അത് ശരിയല്ല. ഇവിടെ പൗലോസ് പറയുന്നത് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു. ഈ ലോകത്തിൻ്റെ ഭാഷയിൽ വലിയ ബുദ്ധിമാന്മാരാകണമെന്നില്ല, പക്ഷേ എല്ലാവരും അങ്ങനെ ബുദ്ധിമാന്മാരല്ലാത്തവരാകണമെന്നുമില്ല. ഈ ലോകത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരൊക്കെ തിരഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ എന്തെല്ലാം കഴിവുണ്ടെങ്കിലും അതിൽ അഭിമാനിക്കാതെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നതിൽ അഭിമാനിക്കുക. അതിനകത്ത് കഴിവുള്ളവരും കഴിവില്ലാത്തവരൊക്കെ ഉണ്ടാകും. കഴിവില്ലാത്തവർ പ്രയാസപ്പെടേണ്ട കാര്യമല്ല ദൈവം തരും. അതേസമയത്ത് കഴിവുള്ളവർ പറയരുത്, അഹങ്കരിക്കരുത്, ഞങ്ങളുടെ കഴിവൊക്കെ ഉള്ളതുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ ദൈവം തിരഞ്ഞെടുക്കുന്നവരെല്ലാം പൊട്ടന്മാരും മണ്ടന്മാരും ഒന്നും ആയിരുന്നു കരുതരുത്. അപ്പസ്തോലന്മാരുടെ കാര്യം എടുക്കുക, അവർ എല്ലാവരും മീൻപിടുത്തക്കാരായിരുന്നില്ല, എല്ലാവരും അറിവില്ലാത്തവരായിരുന്നില്ല. കാരണം അതിനകത്ത് നല്ല കഴിവുള്ളവരുണ്ടായിരുന്നു. യൂദാസിനെ തന്നെ എടുത്തു നോക്കുക, അവൻ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മിടുക്കനായിരുന്നു, അതുകൊണ്ടാണ് അവനെ പണസഞ്ചി ഏൽപ്പിച്ചത്. അല്ലെ മത്തായിയുടെ കാര്യം എടുത്ത് നോക്കുക, അങ്ങനെ പലരുണ്ട്. യോഹന്നാൻ്റെ കാര്യം എടുത്ത് നോക്കുക, യോഹന്നാൻ തത്വശാസ്ത്രമൊക്കെ നല്ല അറിവുള്ള മനുഷ്യനായിരുന്നു. പിന്നീട് നമുക്കറിയാം യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ചെറുപ്പക്കാരനായിരുന്നു. പിന്നീട് യോഹന്നാൻ്റെ ലേഖനങ്ങളും സുവിശേഷമൊക്കെ വായിച്ചു നോക്കുക, വളരെ ആഴത്തിലുള്ള ചിന്തകൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് ഈ പൊട്ടന്മാരെ മാത്രമാണ് ദൈവം തിരഞ്ഞെടുക്കുന്നതെന്നും ദൈവത്തിന് അവരെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയല്ല, അത് ഉദ്ദേശിക്കുന്നില്ല ഇവിടെ. പ്രത്യേകത നമ്മൾ ഏത് രീതിയിലുള്ളവരായാലും, ബുദ്ധിയുള്ളവരായാലും കുറഞ്ഞവരായാലും കൂടിയവരായാലും ആ ദൈവത്തിൻ്റെ കഴിവിൽ തിരഞ്ഞെടുപ്പിൽ നമ്മൾ അഭിമാനിക്കുക. അതിനപ്പുറത്തേക്ക് എനിക്കുള്ളതിൽ അഭിമാനിക്കാതിരിക്കുക. എനിക്ക് കഴിവുകൾ ധാരാളമുണ്ടാകും, പക്ഷേ അത് ദൈവം തന്ന കഴിവാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ, എന്നെ ഒരു തിരഞ്ഞെടുത്തൊരു പുരോഹിതനാക്കി, ഒരു ബിഷപ്പാക്കി എന്ന് പറയുമ്പോൾ അത് എൻ്റെ കഴിവ് കൊണ്ടല്ല. പ്രത്യേകത ദൈവത്തിന് എന്നെക്കൊണ്ട് കുറേയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ എനിക്ക് ആവശ്യമുള്ള കുറേ കഴിവുകൾ തരുന്നു. അതുപോലെ അപ്പോൾ ഞാനെന്ത് ചെയ്യണം? അത് എൻ്റെ കഴിവാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്, അഹങ്കരിക്കരുത്. പ്രത്യേകത ദൈവം തരുന്നു, അതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് എന്നെ തന്നെ വലുതാക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. നമ്മൾ വലിയവരാക്കി, നമ്മളെ തന്നെ വലിയവരാക്കി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള പ്രവണതയാണുള്ളത്. അതിനെയാണ് വിശുദ്ധ പൗലോസ് ചോദ്യം ചെയ്യുന്നത്. കൊറിന്ത്യർ ലേഖനത്തിൽ അവരോട് പറയുന്ന ഇതാണ്. അവരുടെ ഇടയിൽ ഇതെന്താ പൗലോസ് പറയാൻ കാരണം?
അവരുടെ ഇടയിൽ ഈ പൗലോസിനെ പോലെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരുപാട് പേര് വന്നു. എന്നിട്ട് അവരിങ്ങനെ വീരവാദം മുഴക്കാൻ തുടങ്ങി. കണ്ടോ, അവനേക്കാളൊക്കെ നല്ല ഒന്നാന്തരം പ്രസംഗകരാണ് ഞങ്ങൾ. പൗലോസിനെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കത്തുകളൊക്കെ മഹാവിശേഷമാണ്. പക്ഷേ പ്രസംഗത്തിൽ അദ്ദേഹം മോശമായിരുന്നു എന്നാണ്. അത് പിന്നീട് പത്രോസും അതൊക്കെ തന്നെ പറയും. അപ്പോൾ ആളുകളിങ്ങനെ വലിയ സുവിശേഷ പ്രഘോഷകരുണ്ടായിരുന്നു. പൗലോസ് അവനെന്നെ അറിയാം, അവനുണ്ടോ 4 വാക്ക് 4 പേരുടെ മുമ്പിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ പറയുന്ന ആ അവസ്ഥാവിശേഷം അവിടെ ഉണ്ടായപ്പോഴാണ് പൗലോസ് ലേഖനം എഴുതേണ്ടി വരുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത് അതിലൊന്നും അല്ല കഥയിരിക്കുന്നത്. എനിക്കൊരുപാട് കഴിവുകളുണ്ട്, പക്ഷേ ഞാൻ പ്രസംഗിക്കാൻ കഴിവ് കുറഞ്ഞവനായിരിക്കാം. എങ്കിലും ഞാനെല്ലാം ദൈവത്തിലാണ് അഭിമാനിക്കുന്നത്. ദൈവം എന്നെ തിരഞ്ഞെടുത്തു, എന്നെ കണ്ട് പറ്റുന്ന പോലെ ചെയ്തു. ഇന്ന് പൗലോസിൻ്റെ അത്രയും ലേഖനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരുടെയുള്ളത്? ആരുടെയും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഈ പൗലോസ് ഇത് പറയുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഇതുപോലെ ഈ അഹങ്കരിക്കുന്ന മനുഷ്യരോടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ സഭാസമൂഹത്തിൽ ആരും അഹങ്കരിക്കേണ്ട കാര്യമില്ല. പ്രത്യേകമായിട്ട് എന്തൊക്കെ കിട്ടിയതിൻ്റെ പേരിൽ. സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 38 വരെ വാക്യങ്ങളാണ്. ഈശോ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ, ദാവീദിൻ്റെ പുത്രാ ഞങ്ങൾ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. ഈശോ അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്നവൻ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകൾ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു. ഇതാരും അറിയാനിടയാകരുതെന്ന് ഈശോ അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. അപ്പോൾ പിന്നീടൊരു ഊമനെ കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഊമൻ ഇതുപോലെ തന്നെയാണ്. അവൻ സംസാരിക്കുകയില്ലായിരുന്നു, പക്ഷേ കർത്താവ് അവനിൽ നിന്ന് പിശാചുക്കളെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. പിന്നീട് ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അനുകമ്പ തോന്നി. അവരുടെ മേൽ അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. എന്തായി പറഞ്ഞു വരുന്നത്? അവിടെ ഒരുപാട് വേലക്കാരുണ്ടായിരുന്നു, പക്ഷേ അവർ വേല ചെയ്യാൻ തയ്യാറില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇടയന്മാരില്ലാത്ത ആടുകളെപ്പോലെ അവരായിത്തീർന്നു. ഇത് പിന്നെ അതിനു മുമ്പ് തന്നെ പ്രവാചകന്മാരുടെ പുസ്തകം എടുത്ത് നോക്കുക. അവിടെ ദൈവം പ്രവാചകന്മാരിലൂടെ പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കൊക്കെ എതിരെ ആഞ്ഞടിക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ പുരോഹിതർക്ക് വഴിതെറ്റിപ്പോയി, പ്രവാചകന്മാർക്ക് വഴിതെറ്റിപ്പോയി, രാജാക്കന്മാർക്ക് വഴിതെറ്റിപ്പോയി. ഈ ജനത്തെ നയിക്കാനായിട്ട്, പഠിപ്പിക്കാനായിട്ട്, വിശുദ്ധീകരിക്കാനായിട്ട്, പാപപരിഹാരം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വഴിതെറ്റിപ്പോയി. അവർ പലതരത്തിലുള്ള തിന്മകൾക്ക് അടിപ്പെട്ടു. അതേക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ ഇടയനില്ലാത്ത ആടുകളായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ്. പഴയ നിയമത്തിൽ പല സ്ഥലത്തും പറയും, അതായത് ജനത്തിന് അറിവില്ലെങ്കിൽ അവർ വഴിതെറ്റിപ്പോകും. ഈ പ്രവാചകന്മാരെ ദൈവം പറഞ്ഞുവിട്ട എന്തിനാണ്? ഇങ്ങനെ ദൈവത്തെ മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അയക്കപ്പെട്ടവരോട് ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ്. ആ പ്രവാചകന്മാരോടും പുരോഹിതന്മാരോടും രാജാക്കന്മാരോടും ഒക്കെ. പക്ഷേ നമുക്കറിയാം, പ്രവാചകന്മാരെയൊക്കെ അവർ കൊല്ലുകയാണ് ചെയ്തത്. അന്നും ഇന്നുമൊക്കെ സംഗതി ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കാനായിട്ട്, നേർവഴിക്ക് നടത്താനായിട്ട് പ്രാപ്തിയുള്ളവരാകണം. അതിനുവേണ്ടി നമ്മൾ തന്നെ പഠിക്കണം. അത് കുടുംബത്തിൽ മാതാപിതാക്കൾക്കും, സ്കൂളിൽ അധ്യാപകർക്കും, ഇടവകയിലെ വൈദികർക്കും, സന്യാസ സമൂഹത്തിൽ സുപ്പീരിയേഴ്സിനെല്ലാം ഈ ദൗത്യമുണ്ട്. പഠിപ്പിക്കുന്നവർ പഠിക്കണം, വിശുദ്ധീകരിക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെടണം, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർ പ്രാർത്ഥിക്കണം, അതുപോലെ പരിഹാരം ചെയ്യാനായിട്ട് കടപ്പെട്ടവർ അത് ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ ശ്ലീഹക്കാലത്ത് ഇതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.